ഫ്രണ്ട്സ്, എല്ലാവർക്കും FMG വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകും നമ്മളൊരു ലാമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സോൾഡറിങ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ സോൾഡറിങ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഒരു ലാമ്പാണ്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല നീളമുള്ള ഒരു കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ സോൾഡറിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ വയറാണ്. അപ്പോൾ ഇത് മൂന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സോൾഡറിങ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം നമ്മുടെ കോപ്പർ വയർ എടുത്ത് നമ്മുടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വെച്ചതിന് ശേഷം നല്ലതായിട്ട് ഒരു 5-6 ചുരുളുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കോപ്പർ വയർ നന്നായിട്ട് തന്നെ ചുറ്റിയെടുക്കണം. അതിനകത്ത് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ചുറ്റിയെടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്ററിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ തീ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അത് ചുറ്റിയെടുക്കുക. എന്നിട്ട് ബാക്ക് വശത്തായിട്ടും പിന്നെ ഫ്രണ്ട് വശത്തായിട്ടും കുറച്ച് കോപ്പർ വയർസ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇടണം. അത് നമ്മൾ ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു സ്പ്രിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു സോളിനോയിഡിൻ്റെ ഒക്കെ പോലെ ചെറിയൊരു ഭാഗം കിട്ടും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് അതൊന്ന് വളച്ച് അങ്ങനെ ആക്കുക, നമ്മുടെ ലാമ്പോട്ട് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഫ്രണ്ട് വശം ജസ്റ്റ് ഒന്ന് വളച്ച് അങ്ങനെ എടുക്കുക. നന്നായിട്ട് തന്നെ അത് നല്ലൊരു ഇതിൽ തന്നെ എടുത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എടുത്തതിന് ശേഷം നമ്മുടെ ലൈറ്ററിലോട്ട് നമ്മുടെ ലൈറ്ററിൻ്റെ ആ തീ വരുന്ന ആ ഭാഗത്തായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ജസ്റ്റ് നല്ലൊരു ആ ഒരു പോയിൻ്റ് ആ ലൈറ്ററിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തീട്ട് നോക്കുക, ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് അതിന് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ കോപ്പർ വയർ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഭാഗം ആ വലിച്ചിരുന്ന ഭാഗം എടുത്ത് താഴോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ഇൻസുലേറ്റ് ചെയ്യുന്നുള്ളൂ. ആ കറക്റ്റ് ആ ഒരു പോയിന്റിൽ നിൽക്കണം. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല. നമ്മളതൊന്ന് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ കോപ്പറിനെക്കാട്ടും കുറച്ചും കൂടെ സ്റ്റീലാണെന്ന് തോന്നുന്നു നല്ലത്. പിന്നെ നിക്രോമിൻ്റെ വയറൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ലതായിരിക്കും. കുറച്ചും കൂടെ ഹീറ്റിൻ്റെ ഒക്കെ കണ്ടക്ടേഴ്സ് അങ്ങനെയൊക്കെ ഒരു യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. ഫ്രണ്ട്സ്, നമ്മളുടെ കോയിൽ നമ്മൾ ലൈറ്ററിൻ്റെ ആ ഒരു ഹോൾ ഭാഗത്തേക്ക് നട്ട് വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഒന്ന് ഓണാക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ ഹീറ്റ് ചെയ്യിപ്പിക്കാം. ആ കോയിൽ നന്നായിട്ട് തന്നെ ഹീറ്റ് ചെയ്യണം. ഫ്ലെയിം കുറച്ചിട്ട് ഹീറ്റ് ചെയ്താലും കുഴപ്പമില്ല, കൂട്ടിയിട്ട് ഹീറ്റ് ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് ടൈം എടുത്ത് നന്നായിട്ട് തന്നെ അത് ഹീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ഹീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പണി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സിസ്റ്റം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് തന്നെ കോയിൽ ചൂടാക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ വയർ നമ്മൾ എടുത്തിട്ടുണ്ട്, സോൾഡറിങ് വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഹീറ്റ് ആകുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് വേണമെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ടിട്ടോ ഫ്ലെയിം കൂട്ടിയിട്ടിട്ടോ ഒക്കെ ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. ജസ്റ്റ് നമ്മൾ നന്നായിട്ട് തന്നെ ഹീറ്റ് ആവും. നമുക്ക് ആ ഒരു കാണുമ്പോഴറിയാം ആ കോയിലിന് കളർ വ്യത്യാസമൊക്കെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ ഹീറ്റ് ആകുമ്പോഴത്തേന് ഒരു പടുത്ത ആ ഒരു രൂപത്തിലേക്ക് വരും. അപ്പോൾ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ, സോൾഡറായി വരുന്നുണ്ട്. ആ വയർ നന്നായിട്ട് തന്നെ അതിൽ നിന്ന് സോൾഡറായി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരികയാണ്, കണ്ടില്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന അവിടെ തീ വെക്കുന്നിരിക്കുന്ന കാരണം അത് ജസ്റ്റ് ഗ്യാസ് നിൽക്കൊന്ന് അടഞ്ഞോളും. ഇത് നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ അത് സോൾഡർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. സോൾഡറിങ്ങിൻ്റെ വയറുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ സോൾഡറായി വരുന്നുണ്ട്. പിന്നെ പ്രാക്ടിക്കലായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. കാരണം കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ലൈറ്ററിൻ്റെ അവിടെയൊക്കെ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ചൂടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ തന്നെ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്കൊരു എക്സ്പെരിമെൻ്റൊക്കെ പോലെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് നമ്മൾ ലൈറ്റർ ഒന്ന് കത്തിച്ചതിന് ശേഷം ജസ്റ്റ് ആ സോൾഡറിങ് വയർ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം തീയൊക്കെ ഇങ്ങനെ തെറിക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് ഉരുകി വീഴുന്ന ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഉരുകി വീണ കണ്ടില്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ തീയിലോട്ട് വെച്ച് കൊടുത്തപ്പോൾ ഇങ്ങനെ ഉരുകി വീഴാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോൾഡറിങ് അയൺ എടുത്താലും അതിൽ ഹീറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ആ വയറിനെ നമ്മൾ ഉരുക്കി ഒഴിക്കുക. നമ്മൾ ആ സോൾഡറിങ് വയറിനെ നമ്മൾ ഉരുക്കി ഒഴിക്കുക. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഹീറ്റ് കൊടുത്തപ്പോൾ ഉരുകി പോയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് 100% പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോഴും മെഷീൻസ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായിരിക്കും കുറച്ചുകൂടെ പ്രിപ്പയർ. എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് അതൊന്ന് ഹീറ്റ് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ അത് ഉരുകി വീഴുന്ന കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്ത ഒരു ലാമ്പ് ഉപയോഗിച്ച് നമ്മൾ സോൾഡറിങ് ആണ് ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ വെച്ച് പ്രാക്ടിക്കലായിട്ട് ഒന്നും ചെയ്ത് കാണിക്കാൻ സാധിച്ചില്ല. കാരണം ഞാനിതുവരെ അങ്ങനെ സോൾഡർ ചെയ്ത ശീലമില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഹീറ്റിൻ്റെ ബേസിക്കിലാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതിൽ നല്ല വീഡിയോസുമായി ഇനി ഞാൻ എത്തുന്നതാണ്. അതുവരെ ഇറ്റ്സ് മീ FMG സൈനിങ് ഔട്ട്.